നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. നിങ്ങളിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ശരീരത്തിൽ ഇങ്ങനെ പെട്ടെന്ന് വേദനയൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പീരീഡ്സിന്റെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ പീരീഡ്സിന്റെ ക്രാംസ് ഒക്കെ വരുന്ന സമയത്ത് ധാരാളം പെയിൻ കില്ലർ തുടർച്ചയായിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നിങ്ങളിങ്ങനെ തുടർച്ചയായിട്ട് ഈ പെയിൻ കില്ലർ പോലെയുള്ള മെഡിസിൻസ് എടുക്കുന്ന സമയത്ത് അത് നമ്മുടെ കാർഡിയാക് ഹെൽത്ത് ഇഷ്യൂസിനും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള 20% ചാൻസസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. സ്ത്രീകളെ നോക്കിയാൽ പറ്റും, പീരീഡ്സിന്റെ സമയത്ത് കൂടുതലായിട്ടും നമ്മൾക്ക് ഇങ്ങനെ ക്രാംസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ അവർ ഈ ibuprofen അതുപോലെ തന്നെ മെഫ്താൽ പോലെയുള്ള പെയിൻ കില്ലർ ഒക്കെ തുടർച്ചയായിട്ട് എടുക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവരിൽ എന്താണ് ഫ്യൂച്ചറിൽ ഉണ്ടാകാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ തുടർച്ചയായിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ അത് ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള കാര്യങ്ങൾക്കും നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനും അതുപോലെ തന്നെ കാർഡിയാക് ഹെൽത്ത് ഇഷ്യൂസിനും നല്ല രീതിയിൽ ബാധിക്കാനായിട്ടുള്ള വളരെയധികം ചാൻസസ് ആണ് ഉണ്ടാക്കുക. ഇവ ശരിക്കും എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ശരിക്കും കൊല്ലുകയാണ് ചെയ്യുന്നത്, സത്യം പറയുകയാണെങ്കിൽ. കാരണം നമ്മുടെ തലച്ചോറിൽ നിന്ന് യൂട്രസിലേക്ക്, സ്ത്രീകളുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ തലച്ചോറിൽ നിന്ന് യൂട്രസിലേക്ക് സിഗ്നൽ കൊടുക്കുന്നത് നെർവസ് സിസ്റ്റം വഴിയാണ്. അപ്പൊ നമുക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വേദന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തലച്ചോറ് നമ്മുടെ ശരീരത്തിനോട് പറയാണ്, നിനക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും ഇതേപോലെ ഇങ്ങനെ വേദന കൂടുതലായിട്ട് ഉണ്ടാകുന്നതെന്ന്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതെ എന്താ ഉണ്ടാവുക, നന്നായിട്ട് ഇങ്ങനെ വേദന ഉണ്ടാകുകയാണ്, അടുപ്പിച്ചടുപ്പിച്ച് നമ്മളിങ്ങനെ ഈ പെയിൻ കില്ലർ പോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അതിനെ നമ്മൾ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സപ്രസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ തന്നെയാണ് കൊല്ലുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ ഹാർട്ട് ഇഷ്യൂസിനും അതുപോലെ തന്നെ പല ഹെൽത്ത് ഇഷ്യൂസിനും അത് വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ നിങ്ങൾ ഒരു പെയിൻ കില്ലറൊക്കെ കഴിച്ചെന്ന് വെച്ച് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അടുപ്പിച്ച് നിങ്ങൾ പലതരം വേദനകൾ ശരീരത്തിൽ ഉണ്ടാകുകയാണ് ഈ പെയിൻ കില്ലർ കൺസ്യൂം ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. നിങ്ങളൊരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുക, എന്തുകൊണ്ടാണ് ഈ വേദനകളൊക്കെ ഉണ്ടാകുന്നതെന്ന് അഡ്രസ്സ് ചെയ്യാനും കൂടി മനസ്സിലാക്കുക.